നമസ്കാരം. നാളെ 2026 പിറക്കുകയാണ്. പുതുവർഷം പ്രമാണിച്ച് ഒരുപാട് പേർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ അവർ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ. പലർക്കും അവിടെ ജോലി ലഭിച്ചിരിക്കാം, അതല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനൊക്കെ തന്നെ പുതുവർഷത്തിൽ യാത്ര ചെയ്യുക എന്നുള്ളത് പലരുടെയും ഒരു ആഗ്രഹമാണ്. അതേസമയം ലോകത്ത് മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക് എത്താൻ ഒരുപാട് നിയന്ത്രണങ്ങളുള്ള ഒരു രാജ്യമായി ഇപ്പോൾ അമേരിക്ക മാറിയിരിക്കുകയാണ്. എത്രയോ പേരാണ് അമേരിക്കയിലേക്കുള്ള വിസ അപേക്ഷിച്ചിട്ട് അതിനുള്ള മറുപടിക്കായി കാത്തിരിക്കുന്നത്. ഇതിങ്ങനെ നീണ്ടു പോകുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ അമേരിക്കൻ എംബസി ഒരു കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. മുന്നറിയിപ്പ് തന്നെയാണിത്. വിസ അനുവദിക്കുന്നതിനായി പലരും വ്യാജരേഖകളും മറ്റും സമർപ്പിക്കുന്നതായി സൂചനയുണ്ട്. അങ്ങനെ അത് കണ്ടുപിടിക്കപ്പെട്ടാൽ അവർക്കിനി ഒരിക്കലും അമേരിക്കയിലേക്ക് വിസ നൽകുകയില്ല എന്നാണ് ഇപ്പോൾ അമേരിക്കൻ എംബസി അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ വിദ്യാഭ്യാസപരമായോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലുള്ള വ്യാജ രേഖകൾ സമർപ്പിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് എന്നാണ് എംബസി പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് എംബസി ഇത്തരത്തിലുള്ള ഒരു കർശന താക്കീതുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിസ അനുവദിക്കലിലെ കാലതാമസവും അപേക്ഷകരുടെ തിരക്കുമൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും അവരിലും തട്ടിപ്പ് നടത്താൻ സാധ്യതയുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് എന്നാണ് എംബസി പറയുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് വിസ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ചില തട്ടിപ്പ് സംഘങ്ങൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നും അവർ ഈ ആവശ്യക്കാരിൽ നിന്ന് ധാരാളമായി പൈസ പറ്റിക്കുകയും അങ്ങനെ ഒടുവിൽ എംബസിയിലെത്തുമ്പോഴായിരിക്കും ഇവർ മനസ്സിലാക്കുന്നത് ഈ വ്യക്തികൾക്ക് അമേരിക്കൻ എംബസിയുമായി യാതൊരു ബന്ധവും ഇല്ല എന്നും ഇത്തരക്കാരുമായി ഒരു കാരണവശാലും ബന്ധപ്പെടരുത് എന്നും അമേരിക്കൻ എംബസിയുടെ ഓൺലൈൻ വഴി മാത്രമേ ഇത്തരത്തിലുള്ള അപേക്ഷകൾ സമർപ്പിക്കുകയും അതിൻ്റെ ബാക്കി ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇപ്പോൾ എംബസി അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ റെക്കോർഡിട്ടിരിക്കുകയാണ് എന്നും ഇതിനാവശ്യമായ ജീവനക്കാർ ഇപ്പോൾ അമേരിക്കൻ എംബസിയിൽ ഇല്ല എന്നുമാണ് പറയപ്പെടുന്നത്. ഈ ഒരു ആവശ്യം പരിഹരിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ എംബസി കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം എത്രയും വേഗം ഇവരുടെ വിസ നടപടികൾ പൂർത്തിയാക്കാനും ഉള്ള ശ്രമങ്ങൾ അവിടെ നടക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഇവിടെ നിന്ന് നേരത്തെ വിസ എടുത്ത് അമേരിക്കയിൽ പോയ പലരുടെയും വിസ കാലാവധി കഴിയുകയാണ്. അവരിൽ പലരും വിസ ഇല്ലാതെ അവിടെ തുടരുന്നത് ഇനി അങ്ങോട്ട് അവരെ ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്നത് കയറ്റിവിടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തും എന്നുള്ള കാര്യവും അമേരിക്കൻ എംബസി ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് 2ാം വട്ടം പ്രസിഡൻ്റായി എത്തിയതിന് ശേഷം അനധികൃതമായി അവിടെ കുടിയേറുന്ന ആളുകൾക്ക് നേരെ വളരെ ക്രൂരവും കർശനവുമായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത്. അവരെ കൈക്കും കാലിനും ചങ്ങലക്കിട്ട് എയർഫോഴ്സ് വിമാനത്തിൽ കയറ്റി നാട്ടിലേക്ക് അയക്കുന്ന രീതികൾ വരെ അവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അനധികൃതമായി എത്തിയവരെ മാത്രമല്ല, 20-30 വർഷമായി അവിടെ ജീവിക്കുന്ന നേരായ രീതിയിലെത്തിയ ആളുകളെ പോലും പിടികൂടുന്ന സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അടിയന്തര സന്ദേശം അമേരിക്കൻ എംബസി നൽകുന്നത്. അതേസമയം അമേരിക്കൻ സർക്കാരിൻ്റെ ഈ ഒരു നിലപാടുകൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത്. പലരും പറയുന്നത് ഇവർ ഇത്രയും കാലതാമസം വരുത്തുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല എന്നാണ്. മാത്രമല്ല, അമേരിക്കയിൽ ജോലി ചെയ്യുന്ന പലരും അവരുടെ വിസ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് വിസ പുതുക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. ഇവർ അപേക്ഷ നേരത്തെ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരോട് 4-5 മാസം കാത്തിരിക്കാനാണ് ഇപ്പോൾ എംബസി ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് അമേരിക്കയിലുള്ള തൊഴിൽ നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. വർക്ക് ഫ്രം ഹോം എന്നുള്ള സംവിധാനം അമേരിക്കയിലെ എല്ലാ കമ്പനികളും അംഗീകരിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യയിലെത്തിയ അമേരിക്കൻ ജോലിയുള്ള പലരും തിരിച്ചു പോകാനാകാതെ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതും ഒരു പരമാർത്ഥമാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ അമേരിക്കൻ വിദേശകാര്യ വകുപ്പിനോട് ഇക്കാര്യത്തിൽ അടിയന്തരമായി എന്തെങ്കിലും തീരുമാനം എടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യത്തിൽ ഇനി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള അനുകൂല നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടുമില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കർശന നിർദ്ദേശം കൂടി പുറപ്പെടുവിക്കുന്നത്. ഈ മാസം 15-ാം തീയതി മുതലാണ് ഇതിന്മേലുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട പരിശോധന മറ്റൊരു ഭാഗത്ത് നടക്കുകയാണ്. ഒരു വ്യക്തി അമേരിക്കയിലേക്ക് ചെല്ലുമ്പോൾ അയാളുടെ രാഷ്ട്രീയ നിലപാടുകൾ, അമേരിക്കയുമായിട്ടുള്ള അയാളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ വിമർശനങ്ങളോ മറ്റോ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അവർ വിശദമായി ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. കാരണം ഒരു വ്യക്തി ഏതെല്ലാം സോഷ്യൽ മീഡിയയിൽ ചേർന്നിട്ടുണ്ടോ അതെല്ലാം തന്നെ അവർ വിശദമായി പരിശോധിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോഴുള്ളത്. ഇതിനൊക്കെ തന്നെ ഒരുപാട് സമയമെടുക്കും. ഇങ്ങനെ പോവുകയാണെങ്കിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന എത്രയോ ഇന്ത്യക്കാർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടാൻ തന്നെ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ചിലരുടെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും അമേരിക്കയിൽ കഴിയുന്നുണ്ട്. അവിടെ ജോലിയുള്ള വ്യക്തികൾ മാത്രം ഇന്ത്യയിലെത്തി വിസ പുതുക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് തിരികെ പോകാൻ പറ്റാത്ത അവസ്ഥ കൂടി വന്നാൽ അമേരിക്കയിലുള്ള കുടുംബാംഗങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള സ്വാഭാവികമായൊരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. ഏതായാലും അങ്ങോട്ടുള്ള അപേക്ഷകളുടെ എണ്ണം കൂടിയതോടുകൂടി ഇപ്പോൾ ഈ എംബസിയിൽ അമേരിക്കയിലേക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള അഭിമുഖങ്ങളുടെ എണ്ണം കുറയ്ക്കുകയാണ്. മാത്രമല്ല, അങ്ങോട്ട് പോകാൻ അപേക്ഷ നൽകിയവരുടെ പേര് വിവര പട്ടികയൊക്കെ തന്നെ പുനഃക്രമീകരിക്കുന്ന ഒരു ജോലി കൂടി അവിടെ ഇപ്പോൾ നടക്കുകയാണ്. ഇതെല്ലാം ഒടുവിൽ ഗുരുതരമായി ബാധിക്കുന്നത് അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാരെ തന്നെയാണ്. എന്നാൽ അമേരിക്കൻ സർക്കാരിൻ്റെ കുടിയേറ്റക്കാരോടുള്ള ഒരു വിരുദ്ധ നിലപാടിൻ്റെ ഒരു സൂചനയെ തന്നെ നമുക്ക് ഈ ഒരു അറിയിപ്പിനെ കാണാം. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചാൽ ഇതിനൊരു മാറ്റം വരും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്.